സ്വാഗതം. ഇന്ന് നമ്മൾ ലഞ്ചിന് ചോറ് വേണ്ടെന്ന് വെച്ചു. ഇന്നും നമ്മൾ ഒരു ചപ്പാത്തിയും കൂടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മുട്ടക്കറി ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്ന. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, ചട്ടി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ കടുകിട്ട്. ഓക്കെ, കടുകിട്ടിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല, ഇഞ്ചി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ ഇട്ട് കൊടുക്കും. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റുക. കൂട്ടത്തിൽ ഒന്ന് എളുപ്പം വഴലാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്നൊരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഒന്ന് വഴറ്റണം ഇത് കേട്ടോ. ഒന്ന് കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ കേട്ടോ. അത് ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിടാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി കുനുകുനാന്നരിഞ്ഞ് ഒരുപാട് വലിയ പീസുകളല്ല, ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ തക്കാളിയെയും ഒരു പരുവത്തിലാക്കിയെടുക്കണം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, എസ്പെഷ്യലി അറിഞ്ഞൂടാത്തവർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാവരുടെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് മുഖേന നമുക്ക് ചില ടിപ്സും ട്രിക്കുകളും ഒക്കെ മനസ്സിലാകും. ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ സ്പൂൺ കാണിച്ചതിന് ഒരു സ്പൂൺ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, മുളക് പൊടി ഇട്ടിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ നമ്മളൊന്ന് വഴറ്റുക. ഇനി ഈ അവസരത്തിൽ വേണമെങ്കിൽ നല്ല ആ മുളക് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് നമുക്ക് പോന്നു പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർത്തത് കറക്റ്റ് ആയിരുന്നെന്നാണ് എൻ്റെ ഒരു നമ്മൾ ആ ഉള്ളി മാത്രമല്ലേ ഇട്ട് വഴറ്റുന്നത്, അതിനകത്ത് വേറൊന്നും ഇടുന്നില്ലല്ലോ. ഉള്ളിക്ക് വേണ്ടുന്ന നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുട്ട പുഴുങ്ങി ഞാൻ വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. പിന്നെ ഈ കറിവേപ്പില ഉള്ളവർ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഇട്ടായിരുന്നു, വീണ്ടും കറിവേപ്പില ഇട്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിന് ഒരു ഗരം മസാല മാത്രമാണ് ഇടേണ്ടുന്നത്, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, അത് നിങ്ങളധികം കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് നല്ല പോലെ ഒന്ന് പരുവത്തിൽ വഴറ്റിയെടുക്കണം. അത് നിങ്ങൾ അവസാനം ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ നല്ലപോലെ വഴറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ കണ്ട. എനിക്കിത് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നത്. മുട്ട ഇട്ട് കൊടുക്കണം. അപ്പുറത്തടുപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വഴറ്റിയിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴളുമ്പോൾ നമ്മൾ ആ മുട്ട ഇട്ട് കൊടുത്തിട്ടും കുറച്ച് നേരം ആ മുട്ട ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഈ തവ കണ്ടോ, ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെ അടുപ്പിൽ കുറച്ച് നേരം ഒന്നുകിൽ അടച്ച് വെക്കുക, അല്ലെ അടയ്ക്കാതെ തട്ടിപ്പൊത്തി നല്ല പോലെ അതിനെ വെച്ച് ആ മുട്ടയ്ക്കകത്തൊക്കെ ഒന്ന് ഒന്ന് പിടിച്ചിരിക്കണം അതിൻ്റെ അരപ്പുകൾ. ആ പരുവത്തിലാക്കി വെക്കുക. ഇത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഈ മുട്ടക്കറിയാണെങ്കിൽ ഇത് മുട്ട റോസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുകയാണ്. ഞാൻ ടേസ്റ്റ് നോക്കി എന്നിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും, എന്നിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഉച്ചക്കലത്തേക്കുള്ളതാണ്. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒന്നെടുത്ത് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്ത് നല്ല മുട്ട റോസ്റ്റാണെന്നറിയാമോ ഇത്. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും തീർന്ന് മുട്ട ഉണ്ടാക്കുന്നത് മാത്രം കാണിക്കുകയായിരുന്നു. ഗ്യാസ് ഓഫാക്കിയത് തീർന്നു, പണിയില്ല. വളരെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ ചാനലിൽ കയറിയ എല്ലാത്തരം വീഡിയോസും പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. അപ്പം അതനുസരിച്ച് നിങ്ങൾ കണ്ട് നോക്കുക. എല്ലാത്തരം ആഹാര രീതികളും എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണെങ്കിൽ അതിനകത്തുണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാത്തരം ആഹാരങ്ങളും ഉണ്ടാക്കാനുള്ള എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, ഇതാണ്ട ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. മുട്ടക്കറിയും ചപ്പാത്തിയും കൂടെ ഞാൻ കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നത്.
ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക,